അതെ, നിങ്ങൾ മാഡത്തെ കാണാൻ വന്നതാണെങ്കിലേ പുറത്ത് വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ പോയിരിക്കണം. ഈ കസേരയിൽ ഇരിക്കാൻ പാടില്ല. ഞാനേ അവളുടെ ചേച്ചിയാ, അതുകൊണ്ട് എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. താൻ തന്റെ പാട്ടിന് പോടോ. അനു, ദിസ് ഈസ് ടു മച്ച്. ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല. ഈ ഓഫീസിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതായത് ഈ ഓഫീസിന് അതിൻ്റെതായ അന്തസ്സും വിലയും മര്യാദയും ഉണ്ടെന്ന്. അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പുറത്തു പോണം. ഞാൻ ഇനി ഇവിടുന്ന് എഴുന്നേക്കുന്ന പ്രശ്നമില്ല. ശാലിനി വരട്ടെ, ഞാൻ അവളോട് സംസാരിച്ചോളാം. സർ, ഞാനൊന്ന് മാഡത്തെ വിളിച്ച് സംസാരിക്കട്ടെ. വേഗം വേണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മാത്രമല്ല, കൂടെയുള്ള സ്റ്റാഫുകളും. അല്ലടോ? അതെ സർ. എന്താ നോക്കി നിൽക്കുന്നേ? വിളിക്കുകയാണെങ്കിൽ വേഗം ഫോണിൽ വിളിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ ഉദ്ദേശമല്ല അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അവള് വരട്ടെ. ആ ശാലിനി. അപ്പൊ രണ്ടുപേരും അകത്ത് കയറിപ്പോയി ചന്ദ്രാന്റിയോട് ചായ എടുത്തു തരാൻ പറ. എന്നിട്ടേ രണ്ടുപേരും കൂടി നല്ല കുട്ടികളായിട്ട് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ? ശിവേട്ട, ചന്ദ്രൻ പ്രകാശും കൂടി ഷോപ്പിങ്ങിന് പോയിരിക്ക. എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്നാ പറഞ്ഞ. എന്നാ പിന്നെ റാണി തന്നെ ഇവർക്ക് ചായ എടുത്തു കൊടുക്കേണ്ടി വരും. ചായയൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്ക. കുട്ടികൾ വരുന്ന സമയം നോക്കി എല്ലാം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ചായ എടുത്തോ. അത് കുടിച്ചിട്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. ഞങ്ങള് വന്നിട്ട് ചന്ദ്രാന്റിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയാ മതിയായിരുന്നു. അല്ല, അതെന്തിനാണാവോ? അല്ല, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾക്കും വാങ്ങണായിരുന്നു. ഞങ്ങൾ അന്നേരം അവിടെ സത്യാമ്മയുടെ വീട്ടിലായി പോയില്ലേ? ശരി ശരി, രണ്ടുപേർക്കും ഒരുങ്ങാൻ ഓരോ മേക്കപ്പ് ബോക്സ് തന്നെ വാങ്ങിച്ചു തരാം. പോരെ? എന്നാ വാ വാ. ചായ റെഡിയായി. രണ്ടുപേരും വേഗം ചായ കുടിച്ചേ. വേഗം ആട്ടെ. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. നാളെ മുതൽ റാണി ആന്റിയെ കൊണ്ട് നമുക്ക് ഫുഡ് തയ്യാറാക്കിക്കും കേട്ടോ. നാളെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. സാധനമെല്ലാം വാങ്ങിച്ചെന്നാ ഞാൻ റെഡിയാ. അതിന് നമുക്ക് വഴിയുണ്ടാക്കാന്നേ. പഠിത്തം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നവരെ അങ്ങനെ ചായയിലും ബിസ്ക്കറ്റിലും ഒന്നും ഒതുക്കി നിർത്താനൊന്നും പറ്റില്ല. ശിവനങ്ങളെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും മക്കളെ. ഞങ്ങളുടെ അച്ഛൻ എന്താ പറ്റിയേ? സത്യാമ്മ അച്ഛനെ കുറിച്ച് പറയുന്നതൊക്കെ സത്യാണോ? ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട് മക്കളെ, ഉണ്ട്. നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെന്താ ഞങ്ങളെ കാണാൻ വരാത്തെ? വരും. രണ്ടുപേരെയും കാണാൻ അച്ഛൻ വരും. സത്യാമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട. അത് അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാ. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ? അത് നല്ലൊരു കാര്യാ. എങ്കിൽ രണ്ടുപേരും ചായ കുടിച്ചിട്ട് എന്ന് കുളിക്കാൻ നോക്ക് കേട്ടോ. ഒരു കറക്കം, ഫുഡ്, ഒരടിച്ചുപൊളി. അമ്മ ഇന്ന് നേരത്തെ വന്നല്ലോ.
പറ്റി നേരത്തെ? ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫയൽ ഉണ്ടായിരുന്നു. രാവിലത്തെ തിരക്കില് അത് എടുക്കാൻ മറന്നുപോയി. ആ, അമ്മേ, ഞങ്ങള് പുറത്ത് കറങ്ങാൻ പോവാ. അമ്മ വരുന്നുണ്ടോ? മക്കള് പോയി അടിച്ചു പൊളിക്കേ. അമ്മയ്ക്ക് ഇപ്പൊ ഇത്തിരി തിരക്കാ. ഉം. അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. അമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. എന്നാ പിന്നെ അമ്മയും കൂടെ വന്നിട്ട് പോയാലോ? എല്ലാം നിങ്ങൾ പറയുന്ന പോലെ അങ്കിള് അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. പോരെ? ശോ, എന്താ ശാലിനി ഇത്? നോക്കിയൊക്കെ നടക്കണ്ടേ? അത് വീണിരുന്നെങ്കിലും ഇപ്പം. പെട്ടെന്ന് ഇറങ്ങിയപ്പോ കാലൊന്ന് സ്ലിപ്പായതാ. ഇപ്പൊ ഓക്കെ അല്ലേ? ശിവനങ്കിള് ശരിക്കും ഒരു സൂപ്പർ ഹീറോയാ. സത്യമാണോ? പിന്നെ അല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങളുടെ അമ്മയെ വീഴാതെ രക്ഷിച്ചേ. അനു പറ. മാഡം, മാഡത്തിന്റെ ചേച്ചി ഇവിടെ ഓഫീസിൽ വന്നിരിപ്പുണ്ട്. ശാരികേച്ചി അവിടെ വന്നോ? ആ വന്നു. മാഡത്തെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വെച്ചോണ്ടിരിക്കുക. അനു, ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഞങ്ങൾ എല്ലാവരും ചേച്ചി തെരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാ പിന്നെ മാഡം പെട്ടെന്ന് ഇങ്ങോട്ട് വരാവോ? ചേച്ചി ഇവിടെ മാഡത്തിന്റെ ചെയറിൽ കയറി ഇരിക്കുന്നത് വലിയ പ്രശ്നമാ. ജോൺ സാറൊക്കെ വല്ലാതെ ബഹളം വെച്ചോണ്ടിരിക്കുക. അനു, ഞാൻ വരുന്നത് വരെ ചേച്ചി ഒരിടത്തേക്കും വിടാതെ ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കണേ. ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം. ഓക്കെ മാഡം. അല്ല, എന്താ ശാലിനി? ശാരികേച്ചി ഓഫീസിലുണ്ടെന്ന്. അമ്മേ വേഗം വരണേ, നമുക്ക് പുറത്തു പോകാനുള്ളതാ. പപ്പി, വേഗം നമുക്ക് റെഡിയാവാം. ആന്റി വാ.